വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363, 364, 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നു മുതൽ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഡിറക്റ്റ് ചോദ്യങ്ങൾ ജസ്റ്റ് MCQs പ്രാക്ടീസ് ചെയ്ത പോലെ പ്രാക്ടീസ് ചെയ്തു പോയാൽ സാധിക്കില്ല. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് കണ്ടുവരുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചാലേ മെയിൻ ലിസ്റ്റിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. സോ കൺസെപ്ച്വലൈസ് ചെയ്ത് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഇത് മസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നു മുതൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡെയിലി 8 മണിക്ക് നമ്മുടെ വീഡിയോസ് കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363, 364 റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരിക. ദെൻ ലൈവ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോസ്റ്റിൻ്റെ. അപ്പം നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. 3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1, ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ എ മോഡേൺ കോർപ്പറേഷൻ ഈസ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡർ വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടലാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇപ്പോഴത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. നമ്പർ 2, profit maximization and wealth maximization always lead to identical decisions for timing of receipts and risk taking. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വെൽത്ത് മാക്സിമൈസേഷൻ എക്സ്പ്ലിസിറ്റ്ലി ഇൻകോർപ്പറേറ്റ്സ് റിസ്ക് ആൻഡ് ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓൺലി 1 is true, then 2 is true, 1 and 3 are true, all are true. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റിലോട്ട് കിടക്കാം. നമ്പർ 1, പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ എ മോഡേൺ കോർപ്പറേഷൻ ഈസ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡർ വെൽത്ത്, അല്ലേ? അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? വെൽത്ത് മാക്സിമൈസേഷൻ ആണ് ഇപ്പോഴത്തെ മെയിൻ എയിം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ. ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്ഥാപനത്തിന് നിലനിന്ന് പോകണമെങ്കിൽ വെൽത്ത് കൂട്ടാണ് വേണ്ടത്, അല്ലേ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു വെയ്ഗ് കൺസെപ്റ്റ് ആണ്. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് മാത്രം ഉള്ളൊരു കൺസെപ്റ്റാണ് ഈ പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് പോസിബിൾ ആകില്ല. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ ഓൾവേസ് ലീഡ് ടു ഐഡന്റിക്കൽ ഡിസിഷൻസ് ഫോർ ടൈമിംഗ് ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് റിസ്ക് ടേക്കിംഗ്. ഇത് രണ്ടും ഐഡന്റിക്കൽ ആണെന്ന് പറയുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ ഐഡന്റിക്കൽ ആണോ? അല്ല, തെറ്റല്ലേ? നമുക്കറിയാം വെൽത്ത് മാക്സിമൈസേഷനിൽ അവർ ടൈമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, റിസ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടഡ് ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്തിട്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ ആ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിസ്കൗണ്ടഡ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നു. ടൈം വാല്യൂ ഓഫ് മണി, ഇന്നത്തെ റുപ്പിയുടെ വാല്യൂ അല്ല നാളെ വരുന്നത് അല്ലെങ്കിൽ മറ്റന്നാൾ വരുന്നത്. ഓരോ ദിവസം കഴിയും തോറും വാല്യൂ ഓഫ് മണി വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണീനെയും അതുപോലെ തന്നെ റിസ്കിനെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ് മുന്നോട്ട് പോകുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ അങ്ങനത്തെ ഒരു കാര്യമേ പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ടും ഐഡന്റിക്കൽ ആണെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Then number 3, wealth maximization explicitly incorporate risk and timing of cash flow. അത് ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു.
വെൽത്ത് മാക്സിമൈസേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യണോ റിസ്കിനെയും ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോയെയും. ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ 1ഉം 3ഉം ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. Financial management scope includes investment decisions, financing decision and dividend decision. എന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്പർ 2, working capital management is not part of financial management since it's operational. Number 3, financial planning and control fall under financial management. ഇതാണ് 3 statements. 1 is true, 1 and 3 are true, 2 is true, all are true. എന്താണ് ആൻസർ വരെ? നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസിലോട്ട് എടുക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കോപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഇത് 3ഉം വരുന്നു എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഇതല്ലേ മെയിൻ സ്കോപ്പ്? ഫംഗ്ഷൻസിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? കീ 3 ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനുമാണ്. അപ്പോൾ ശരിയാണ്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാണ് രണ്ടാമത് പറയുന്നത്. തെറ്റല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലിക്വിഡിറ്റിയുടെ കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇൻവെന്ററി കൺട്രോൾ, അതുപോലെ തന്നെ റിസീവബിൾസ് മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, ഇതൊക്കെ ലിക്വിഡിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പാർട്ടാണ് വരുന്നത്. അപ്പോൾ പാർട്ടല്ല എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? സോ ഇനി മൂന്നാമത് വരുന്ന ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോൾ അണ്ടർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അത് ശരിയാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പാർട്ടല്ലേ? കറക്റ്റ്. സോ 1ഉം 3 ആണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാൻ. ഓക്കെ, മൂവിങ് ടു നമ്പർ 3. Capital budgeting is concerned with long-term investment decision and incremental cash flow. Number 1. Number 2, accounting profit is the correct basis for capital budgeting decision. Number 3, NPV discounts future cash flows at the project's cost of capital. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ 1 is true, 1 and 3 are true, 2 and 3 all are true. എന്താണ് ആൻസർ വരാം? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് കൺസേൺ വിത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആൻഡ് ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ. ശരിയല്ലേ? ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനല്ലേ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. ഏത് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. പ്രൊജക്ട് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ട് പല മെത്തേഡ്സ് പഠിക്കുന്നുണ്ട് അല്ലേ? കറക്റ്റ്. ഇനി അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ദ കറക്റ്റ് ബേസിസ് ഫോർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, തെറ്റാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷന്റെ ബേസ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും അത് പ്രസന്റ് വാല്യൂ ബേസിൽ നമ്മളവിടെ NPV മെത്തേഡിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ക്യാഷ് ഫ്ലോ ബേസ് ആണ് അവിടെ വരുന്നത്, അല്ലാണ്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ബേസിലല്ല ഈ പറയുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ NPV ഡിസ്കൗണ്ട്സ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അറ്റ് പ്രോജക്ട്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. NPVയിൽ എങ്ങനെയാണ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് NPVയിൽ അല്ലേ? പ്രസന്റ് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നതിന്റെ ബേസിൽ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും അതാണ് NPVയിൽ നടക്കുന്നത്. അത് എന്തിന്റെ ബേസിലാണ്? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ ബേസിലാണ്. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ ബേസിലാണ് NPVയിൽ ഈ പറയുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. NPV ഡിസ്കൗണ്ട്സ് ഇൻ ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അറ്റ് ദ പ്രോജക്ട്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതിന്റെ ബേസിലാണ് NPVയിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന ക്യാഷ് ഫ്ലോ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ 1ഉം 3ഉം ആണ് ഇതിൽ കറക്റ്റ് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു നമ്പർ 4. Financial management includes procuring funds and deploying them. First statement. Number 2, financial forecasting is used only for raising funds. Number 3, ratio analysis is a part of financial control. 1 is true, 1 and 3 are true, only 3 are true, all are true. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് പ്രൊക്യൂറിംഗ് ഫണ്ട്സ് ആൻഡ് ഡിപ്ലോയിങ് ദം. ശരിയാണ്. ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, നമുക്ക് വേണ്ട ഫണ്ട്സിനെ നമ്മൾ റേസ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക, ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ശരിയാണ്. ഇനി രണ്ടാമത്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ റേസിംഗ് ഫണ്ട്സ്.
അത് തെറ്റല്ലേ? നമ്മൾ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ? അല്ല, ബഡ്ജറ്റിംഗ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തും. റവന്യൂ ആൻഡ് എക്സ്പെൻസസ് അതിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ നടത്തും. അപ്പോൾ ഇതിനു വേണ്ടി മാത്രമാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി റേഷ്യോ അനാലിസിസ് ഇസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഫിനാൻഷ്യൽ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് റേഷ്യോ അനാലിസിസ്. അത് ശരിയാണ്. സോ 1ഉം 3യും കറക്റ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. ഓക്കെ, ഇനി നമുക്കിന്ന് ഒരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ 8 മണിക്ക് കാണാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 5, അണ്ടർ Murjilani Miller, with no taxes, dividend policy is irrelevant. Number 2, with corporate taxes, higher dividend payout always increases firm value. Number 3, dividend policy interacts with investment and financing decisions in practice. Only 1 is true, 1 and 3 are true, 2 is true, all are true. നമുക്ക് നോക്കാം എന്താണ് ആൻസർ വരാന്നുള്ളത്. നമ്പർ 1 അണ്ടർ MM പറഞ്ഞിട്ടുള്ളതാണ് വിത്ത് നോ ടാക്സസ് ഡിവിഡൻഡ് പോളിസി ഈസ് ഇറലവൻറ്റ് അല്ലേ? MM-ൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്, ഇറലവൻസ് തിയറിയാണ്. നമുക്ക് ടാക്സ് ഇല്ല എങ്കിൽ ഈ പറയുന്ന ഡിവിഡൻഡ് പോളിസി, ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുന്നത്, ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഫേമിൻ്റെ വാല്യൂ കൂടുക എന്നൊക്കെ പറയുന്നത് ഇറലവൻ്റ് ആണ്. അതാണ് MM പറഞ്ഞിട്ടുള്ള MM-ൻ്റെ കോൺട്രിബ്യൂഷനാണ്, കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത് വിത്ത് കോർപ്പറേറ്റ് ടാക്സസ് ഹയർ ഡിവിഡൻഡ് പേ ഔട്ട് ഓൾവേസ് ഇൻക്രീസസ് ഫേം വാല്യൂ. ഈ പറയുന്ന ടാക്സിൻ്റെ ഇഫക്റ്റ് കൊണ്ട് വിത്ത് കോർപ്പറേറ്റ് ടാക്സസ് ഹയർ ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുമ്പോൾ ഫേമിൻ്റെ വാല്യൂ കൂടുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ പറയുന്ന ബെനഫിറ്റ്, ടാക്സ് ബെനഫിറ്റ് കിട്ടാൽ എപ്പോഴാണ്? ഡെറ്റ് കൂടുതലായിട്ട്, കടം കൂടുതലായിട്ട് മേടിക്കുമ്പോഴാണ്, ഡെറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടാക്സേഷൻ ബെനഫിറ്റ് ഒക്കെ ലഭിക്കുക, അല്ലാണ്ട് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുമ്പോഴല്ല, അല്ലേ? സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി ഡിവിഡൻഡ് പോളിസി ഇന്ററാക്ട്സ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസിങ് ഡിസിഷൻ ഇൻ പ്രാക്ടീസ്, അത് ശരിയാണ്. ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, അതാണ് ഡിവിഡൻഡ് പോളിസി. സോ നമ്മൾ ഡിവിഡൻഡ് എത്രത്തോളം കൊടുക്കുന്നുണ്ട്, ഫേമിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ ബേസിലാണ് ഇനി പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, വരാൻ പോകുന്ന ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് പോളിസി ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസിങ് ഡിസിഷനിലും, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലും ഫിനാൻസിങ് ഡിസിഷനിലും വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ ഡിവിഡൻഡ് പോളിസി ഇൻട്രാക്ട്സ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ് ഡിസിഷൻ ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. സോ ഇവിടെ ഏതൊക്കെ ശരി? 1ഉം 3 ആണ് ശരി, ഓപ്ഷൻ ബി ആണ് ആൻസർ വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. സോ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള MCQs നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ശരിക്കും പറഞ്ഞാൽ കിട്ടണമെങ്കിൽ സബ്ജക്റ്റ് അറിഞ്ഞിരിക്കണം. സോ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, നമ്മളിതിൻ്റെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.